അല്ലെങ്കിൽ മടം വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞ മാതിരി അവർ പറയാണ് നമുക്ക് ഉടനെ മടങ്ങി ഇപ്പോൾ തന്നെ ജെറുസലേമിലേക്ക് പോകണം. അവരെങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. മടങ്ങി വരുമ്പോൾ മ്ലാനവതരായി ഉണങ്ങി ഒലിച്ചു വന്നവർ മടങ്ങി പോകുമ്പോൾ വീണ്ടും ജെറുസലേമിലേക്ക് പോകുമ്പോൾ ആഹ്ലാദഭരിതരായി ഹല്ലേലൂയാ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾ കണ്ടു, we have seen him. ഇതായിരുന്നു ആദ്യത്തെ സുവിശേഷ പ്രഘോഷം എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ 6-ാം അധ്യായത്തിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടില്ലേ, അപ്പം ജീവൻ്റെ അപ്പം എങ്ങനെ ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി എന്നുള്ളതിൻ്റെ നല്ല ക്ലിയർ ഒരു എക്സാമ്പിളാണ് ഈ. അപ്പോൾ ഈ ജീവൻ്റെ അപ്പത്തിന് ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും ആരാധനാലയങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും കുർബാനയും വേറെ ഒരു രാജ്യത്തും ഇല്ല. ഇതൊന്നും അതാണ് ഒരു വശം. അതാണ് ഈ കേരളത്തിലുള്ള പോലെ 150ഓളം ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും ശുശ്രൂഷകളും ഇതൊന്നും ഒരു രാജ്യത്തുമില്ല. പക്ഷേ ഇനി അതിനെ ഒരു കൂടുതൽ ഡീപ്പൻ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് വരണം. ഇതുപോലെ ദിവ്യകാരുണ്യ ഭക്തിയും ഇതുപോലെ ഇത്രയും സമയമെടുത്ത് കുർബാന അർപ്പിക്കലൊന്നും ലോകത്തിൽ വളരെ ചുരുക്കമാണ്. ഓക്കെ, അപ്പോൾ 6-ാം അധ്യായത്തിൽ എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് വെള്ളം വീഞ്ഞാകുന്നത്? പുതിയ സൃഷ്ടി. 7-ാം അധ്യായത്തിൽ എന്താ പ്രധാനമായിട്ടുള്ള ഒന്ന്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പം അത് ശരീരം യേശുവിലൂടെ പുതിയ സൃഷ്ടിയാവുന്ന ഒന്ന്, ഇവിടെ പരിശുദ്ധാത്മാവിലൂടെ പുതിയ സൃഷ്ടിയാവുന്ന ഒന്ന്. എന്നാൽ ഇത് രണ്ടും വേണം. 7-ാം അധ്യായത്തിൻ്റെ പ്രധാന തീം ജീവൻ്റെ ജലം. അതാണ് സമരിയാക്കാരിയുടെ അടുത്തേക്ക് യേശു അവിടെ നിൽക്കുന്നു. പക്ഷെ യേശു പറയണതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ യേശു അവിടെയുണ്ട്. എന്നാൽ ഈശോ പറയുന്നു, ഞാൻ നൽകുന്ന ജലം നീ കുടിക്കുകയാണെങ്കിൽ, കണ്ടോ, അതാരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ എന്ന പോലെ 6-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, 7-ാം അധ്യായത്തിൽ ജീവന്റെ ജലം. ഇത് രണ്ടിൻ്റെയും പ്രവർത്തനമാണ്. എന്നിട്ട് അവസാനം 14-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഇത് രണ്ടും സമ്മേളിക്കുകയാണ്. 14-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. 14-ാം അധ്യായത്തിൽ 15-ൽ പറയുന്നു, ഞാൻ പോയി പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളോട് കൂടെ എന്നേക്കുമായിരിക്കാൻ മറ്റൊരു സഹായകനെ അയക്കുകയും ചെയ്യും. അതായത് ഞാൻ ഒരു സഹായകൻ, മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ അർത്ഥം? ഒരാൾ ഓൾറെഡി ഉണ്ട്. മറ്റൊരെന്ന് പറയുമ്പോൾ ഒരാൾ ഓൾറെഡി ഉണ്ട്, അത് ഈശോ. മറ്റൊരു സഹായകൻ പരിശുദ്ധാത്മാ, എന്നേക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓക്കെ, അപ്പോൾ 7-ാം അധ്യായം. 8-ാം അധ്യായത്തിലാണ് ഇനി വലിയ ഒരു ക്ലൈമാക്സ്, അല്ലെങ്കിൽ ഒരു സെമി ക്ലൈമാക്സ് എന്ന് പറയാം. പുതിയ സൃഷ്ടിയാവുന്നത് ആരൊക്കെയാണ്? പാപികളാണോ? പാപികൾ മാത്രമല്ല, പിന്നെ ആരാണ്? ഓഫ്കോഴ്സ് ഫരിസേയരും. 8-ാം അധ്യായത്തിലാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. ഇവിടെ നമുക്ക് ദൈവനീതിയെ കാണാം, ദൈവത്തിൻ്റെ കരുണ കാണാം, ദൈവത്തിൻ്റെ ശിക്ഷിക്കാത്ത സ്നേഹം കാണാം, പാപം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ കാണാം, ഫരിസേയ നിയമം അവസാനിക്കുന്നത് കാണാം, മോശ നിയമം നടപ്പാക്കാൻ പറ്റാത്തത് കാണാം. ഇതെല്ലാം കൂടി കാണുന്ന വലിയ ഒരു സമ്മേളനമാണെങ്കിൽ അതിൻ്റെ ആന്തരാർത്ഥത്തിൽ എന്താ കാണുന്നത്? എല്ലാവരും പുതിയ സൃഷ്ടിയാവുന്നു. നമ്മൾ സാധാരണ ഈ ഭാഗത്ത് ഈ പാപിനിയായ സ്ത്രീയെയാണ് നമ്മൾ അധികവും ചിന്തിക്കാറ്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പാപിനിയായ സ്ത്രീ അല്ല അവിടുത്തെ മുഖ്യ കഥാപാത്രം. ഈ സ്ത്രീ, പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഫരിസേയ പ്രമാണികൾ മോശയുടെ നിയമം എക്സിക്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നവരാണവർ. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരാൾ തെളിവുകളുണ്ടെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവളുടെ ഒരു ഫുട്ബോൾ സൈസിലുള്ള കല്ലായിരിക്കും
ആ കല്ല് അവളുടെ തലയിൽ എറിഞ്ഞാൽ തല പിളർന്ന് അവൾ ചാവും. ഈ അവസ്ഥ, ഈ ഭയത്തിൽ, ഈ മരണപരാക്രമത്തിൽ വേദനിക്കുന്ന അവൾ അവിടെ കുമ്പിട്ട് കിടക്കുന്നു. ഇവരിവിടെ വാശിയോടെ ഒരു കൂട്ടർ നിൽക്കാൻ, കൊല്ലണം അവളെ. അവൾ മഹാപാപിയാണ്, അവളൊരു വേശ്യയാണ്, കണ്ട ആളുകളുണ്ട്, അവളെ കൊല്ലണം. ഗുരു അങ്ങ് എന്താ പറയണേ? യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇത് ദേവാലയ അങ്കണത്തിലാണ്. അപ്പോൾ ഒരു ഒഫീഷ്യൽ കാര്യമാണ്. ഈശോ ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാ? ഏശയ്യാ 42:20 എന്താ? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും ശ്രവിക്കുന്നില്ല. തെളിവുകളുണ്ട്, തെളിവും കാണണ്ട. ആ കുറച്ച് സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരു മൗനത, അതാണ് യേശുവിൻ്റെ ആ ദിവ്യ പ്രഭ മുഴുവനും ഇവിടെ ഇപ്പോൾ പ്രസരിക്കാൻ പോവുകയാണ്. മൗനത, ടോട്ടൽ കോണ്ടംപ്ലേഷൻ. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആന്തരികമായ മൗനതയിലൂടെ കാര്യം നടത്തണ കാണണം. ചില ചേച്ചിമാരുണ്ട്, എപ്പോഴും ഇങ്ങനെ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കാര്യം നടക്കില്ല. വേറെ ചിലർ ഒന്നും മിണ്ടൂല, കാര്യം നടത്തും. ഇല്ലേ? ആള് മിണ്ടാതിരുന്ന്. അപ്പോൾ അതാണ് കോണ്ടംപ്ലേറ്റീവ് പവർ. എന്താ അവിടെ സംഭവിക്കണേ? യേശുവിൻ്റെ മൗനത അങ്ങ് കൂടിയപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഇവളെ കൊല്ലണം, ഞങ്ങൾ കല്ലെറിയപ്പോ. അപ്പോൾ യേശു പറയാണ്, നിങ്ങളിൽ എറിഞ്ഞോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇത് ഭയങ്കര ഒരു പ്രമേയമാണ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു നോവൽ തന്നെയുണ്ട്, ഇല്ലേ? പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ നോവലുണ്ട് ലിയോ ടോൾസ്റ്റോയുടെ. അന്ന കരീന, റിസറക്ഷൻ, ഇതൊക്കെ. ഇതെല്ലാവരോടുമായിട്ടുള്ളൊരു ഒരു പോയിൻ്റാണ്. നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ, നമ്മളിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടാകണമെങ്കിൽ അത് വേറൊരു ഡയറക്ഷനാണ്. ഇവിടെ കർത്താവാണ്. നിനക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ അധികാരം എന്താ? നീ വിശുദ്ധിയിലാണോ ജീവിക്കണേ? നിനക്കെങ്ങനെ വിശുദ്ധി കിട്ടും? വിശുദ്ധി എങ്ങനെ കിട്ടും? വിശുദ്ധി കർത്താവ് ചോദിച്ചതിലൂടെ കിട്ടുള്ളൂ. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇപ്പൊ സിറ്റുവേഷൻ നോക്കിക്കോട്ടോ, ഇവര് ഭയങ്കര വീര്യത്തിൽ നിൽക്കണം, അവളെ കൊല്ലണം, കൊല്ലണം, എറിയണ കല്ല് എന്ന് പറഞ്ഞിരിക്കുമ്പോ കൂളായിട്ട് ഈശോ പറയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇത് കേട്ടപ്പോൾ ഇവരുടെ സകല വീര്യവും പോയി. ഈ സമരിയാക്കാരിയോട് പറഞ്ഞ മാതിരി ഈശോയുടെ ആ വചനം അവരുടെ ആത്മാവിൽ തുളച്ച് കയറി. അവരവരുടെ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് വന്നു. ആ വചനം അവരെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. ആ ഫരിസേയ പ്രമാണിമാർ മോശയുടെ നിയമം നടപ്പാക്കാൻ പറ്റാതെ വെള്ളം വീഞ്ഞായ പോലെ അവർ രൂപാന്തരപ്പെട്ടു. അവരുടെ കരങ്ങൾ താഴ്ന്നു, കല്ല് താഴെ വീണു, ഓരോരുത്തരായിട്ട് അവിടെ നിന്നും പോയി. ഓരോരുത്തരായിട്ട് രൂപാന്തരപ്പെട്ടോ ഇല്ലയോ? ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഇതാണ് അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം. എങ്ങനെ അവർക്ക് ഇത് അവരുടെ കഴിവുകൊണ്ടാണോ? അവർ കർക്കശമായിട്ട് മോശ നിയമം നടപ്പാക്കണ്ടേ? മോശ നിയമം നടപ്പാക്കാനായിട്ടുള്ള എക്സിക്യൂഷേഴ്സാണ് അവർ. അവർക്കത് ചെയ്യാൻ പറ്റിയോ? എന്തുകൊണ്ട് പറ്റിയില്ല? ഈ യേശു നിയമം, കരുണയുടെ നിയമം,
സ്നേഹത്തിൻ്റെയും ദൈവനീതിയുടെയും ശക്തി അവരിൽ തുളച്ച് കയറിയപ്പോൾ അവർ വെള്ളം വീഞ്ഞായി, അവർ രൂപാന്തരപ്പെട്ടു, മറ്റൊരു സൃഷ്ടിയായി അവർ പോയി. അങ്ങനെ അവിടെ ഇപ്പോൾ ആകെ ഉള്ളത് ആരാ? അവളും യേശു. യേശു എഴുന്നേറ്റ് അവളെ നോക്കിയിട്ട് പറഞ്ഞു, മകളെ, നിന്നെ ആരും വിധിച്ചില്ലേ? മകളെ, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. ഇവിടെ മരിച്ചവരുടെ പാട്ടിൽ അങ്ങനെ ഒന്നുമില്ല. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക, നിൻ പാപത്തിന് ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. ഈശോ അവളോട് ചോദിച്ചു, മകളെ, അവർ നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവേ. അവർ നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഒന്ന് നോക്കൂ, കണ്ടോ? യേശു വന്നത് എന്തിനാ വന്നത്? രക്ഷിക്കാനാണ്. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള രക്ഷ ഇവിടെ നടന്നു. മനുഷ്യൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മനുഷ്യർ, നമ്മുടെ ഫരിസേയ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഇന്നും ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യണ കണ്ടാൽ ഉടനെ അത് 4 ആളോട് പറഞ്ഞ് അവരെ അവഹേളിക്കുകയും വിധിക്കുകയും അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും എല്ലാം ചെയ്യണം. ഇതെവിടെ? ഇതിപ്പോൾ ഇത് പാല അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ എവിടെ ഒരു സഹോദരി പറയായിരുന്നു, അവരുടെ അതെവിടെ അത് അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, ആത്മഹത്യ ചെയ്തു. കാരണം സ്കൂളിൽ എന്തോ ഒരു ചെറിയ ക്രമക്കേട് വന്നപ്പോൾ മറ്റൊരു ടീച്ചർ ഇവർക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റുകളും അതുകളും ഒക്കെ ഉണ്ടാക്കി. അവസാനം അവർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തെന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു ഫിനോമിന നോക്ക്. മറ്റൊരാളെ അവർ തെറ്റ് ചെയ്താൽ തന്നെയും, തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മളാരാ അതിനെക്കുറിച്ച് ഇതുപോലെ അവഹേളിക്കാൻ? ഇതാണ് ഇപ്പോഴും നമ്മളുടെ സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എനിവേ, അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചെയ്യാം. സ്റ്റാർട്ട് ഫ്രം അസ്. നമ്മൾ ഒരാളിലൂടെ ചെയ്യാം. എന്നോട് പലരും ചോദിക്കും, ബ്രദർ എന്താ അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടൊന്നും പറയാത്ത? അപ്പം ഞാൻ പറയും, അവൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്, അവൻ്റെ ഉള്ളിൽ കർത്താവ് ചെയ്യുന്നുണ്ട്. അവന് ഒരു ദിവസം മാറും. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് കൊണ്ടോ നമ്മൾ കറക്റ്റ് ചെയ്തത് കൊണ്ടോ നിങ്ങൾ നോക്കി എത്ര പേര് മാറിയിട്ടുണ്ടെന്ന്? ഒരാളും മാറാൻ പോകുന്നില്ല. അതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആരാണ് മാറ്റുന്നവൻ? മാറ്റപ്പെടേണ്ടത് സൃഷ്ടിയാണ്. മാറ്റുന്നവൻ സൃഷ്ടാവാണ്. സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ മാറ്റാൻ പറ്റുള്ളൂ. ദാവീദ് രാജാവ് ഇത്രയും വലിയ അഭിഷിക്തനായിട്ടും ദാവീദ് മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ചാഞ്ഞു. അവൻ പാപം ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ദാവീദ് പ്രാർത്ഥിച്ചത് എന്താ? എൻ്റെ ഈ ഹൃദയം മഹാപൊട്ടയാണ്. എൻ്റെ ഈ ഹൃദയത്തെ കർത്താവേ, അങ്ങ് ഈ ഹൃദയത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? സൃഷ്ടിക്കണം, വേറെ ആക്കണം.
റീക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ചരുളണേ. സൃഷ്ടിക്കണേ എന്നാ പറയുന്നത്. സൃഷ്ടിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഉള്ള ഈ ഹൃദയം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. ഈ ഹൃദയത്തെ മാറ്റി എനിക്ക് പുതിയ ഹൃദയം തരണം. അതാണ് പുതിയ നിയമം. അതാണ് എസെക്കിയേലിൽ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ എന്താ? പുതിയ സൃഷ്ടിയാവണല്ലേ അത്? അത് പുതിയ സൃഷ്ടിയാവുന്ന പ്രോസസ്സാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, ഒന്ന് പെട്ടെന്ന് കേട്ടോ. അവിടെ മനോഹരമാണത്. ഇറ്റ് ഈസ് ലൈക്ക് എ പോയം. എസെക്കിയേൽ 36. ഇതാണ് പഴയ നിയമത്തിലെ പുതിയ നിയമം. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. കണ്ടോ, ഒരു ഞാൻ. ഇനി എങ്ങനെയാ? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. 1. ഞാൻ കൂട്ടിച്ചേർക്കാം, ഞാൻ നിങ്ങളുടെ എല്ലാ മലിനതകളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. 2. നിങ്ങളുടെ സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. 3. ഞാനൊരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. 4. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. 5. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസള ഹൃദയം ഞാൻ നൽകും. 6. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. 7. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും ആക്കും. ആരാക്കും? ഞാനാക്കും. കർത്താവ് തന്നെ ആക്കും. നിങ്ങളെ 8. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. 9. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. 10. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. 11. ഉണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഓൺലി റിസീവ് ഇറ്റ്. ഇത് വിശ്വസിച്ച് ഇത് സ്വീകരിക്കുക. നമ്മൾ ഇതിൻ്റെ റിസിപ്പിയൻ്റ് മാത്രമാണത്. വി ആർ ഓൺലി എ റിസിപ്പിയൻറ്റ്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ സ്ഥായി ഘടകം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എനിക്കറിഞ്ഞൂടാ. എൻ്റെ നിഗമനം ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചും പൗലോസ്ലീഹയുടെ ടീച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ തന്നെ മാറണം. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 30 സിഗരറ്റ് വലിക്കുമായിരുന്നു. 30 സിഗരറ്റ്. അത് മാറ്റാൻ പറ്റാണ്ട് എന്തോ ഒരു ബഹളം, എൻ്റെ വീട്ടിൽ ബഹളം, എനിക്ക് തന്നെ മാറ്റാൻ പറ്റാണ്ട് പോയി. മാറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത് നോക്കി. പക്ഷെ ഒരു ദിവസം ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് ഉള്ളിലൊരു വെളിവ് വന്നു, നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള ഒരു സത്യം എനിക്ക് മനസ്സിലായി. അന്നു മുതൽ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ 3 പാക്കറ്റ് സിഗരറ്റ് എല്ലാ ദിവസവും മേടിക്കും. എന്നിട്ട് മാസത്തിൽ പൈസ കൊടുത്താൽ മതി. ആ 3 പാക്കറ്റ് സിഗരറ്റ് അന്ന് മേടിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കൊളുത്താൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമാവണില്ല. ഞാൻ ആ 3 പാക്കറ്റ് സിഗരറ്റും പൊടിച്ചൊരിച്ച് ബാസ്ക്കറ്റിൽ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും സിഗരറ്റ് കുടിക്കാൻ എനിക്കൊരാഗ്രഹം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വിസ്കിയൊക്കെ കുടിക്കുമായിരുന്നു. വലിയ കുടിയനൊന്നും ആയിരുന്നില്ല, എന്നാലും കുടിക്കണ ദിവസം രാത്രി മുഴുവനും കുടിക്കും. അതുകൊണ്ട് പലർക്കും എൻ്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ ഒരു സന്തോഷമായിരുന്നു. ഹൈ ലെവലിൽ വലിയ വലിയ മാനേജർമാർ, ഇതൊക്കെ ഞങ്ങൾ വളരെ നല്ല നല്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പാവം ഭാര്യ ഈ ഇറച്ചി വറക്കും, അത് പൊരിക്കും, ഇത് പൊരിക്കും. ഫുൾ നൈറ്റ് ശിവശ്രീകളും ജോണി വാക്കറും ഇതൊക്കെ. പക്ഷേ ഈ സംഭവം എന്നെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്നും അറിഞ്ഞ ദിവസം മുതൽ
എനിക്ക് കുടിക്കാനും പറ്റുന്നില്ല. കുടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ എന്തോരം യാത്ര ചെയ്യണോ, ഫ്ലൈറ്റിൽ പോകുന്നു, ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്നു, എന്തോരം വേണമെങ്കിലും കുടിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിലും എനിക്കൊരു തുള്ളി പോലും കുടിക്കാൻ തോന്നിയിട്ടില്ല. എന്ത് സംഭവിച്ചു? എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു രൂപാന്തരീകരണം നടത്തി. ഇങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്. പുതിയ സൃഷ്ടിയായാൽ മാത്രമേ നമ്മളുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ കഴിഞ്ഞില്ല. 8-ാം അധ്യായത്തിലെ ഈ സ്ത്രീയോട് യേശു പറഞ്ഞ അവസാന വാക്കെന്താ? യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളൂ, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പം ഇതിനെ പലരും പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു 2-ാം വരവ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതിനകത്ത് എല്ലാവരെയും പാപം ചെയ്തവരൊക്കെ നരകത്തിൽ പോകണമെന്നാണ് അതിൻ്റെ തീം. പാപം ചെയ്യാത്തവർ സ്വർഗത്തിൽ പോകും. എന്നാൽ പിന്നെ ഈശോമിശ വന്ന എന്തിനാ? പാപം ചെയ്തവരെ നരകത്തിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഈശോമിശ വന്ന എന്തിനാ പറയും. അപ്പോൾ എല്ലാം അവർക്ക് ഇഷ്ടമുള്ള മാതിരി ട്യൂൺ കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പോയിന്റ് അവർ എഴുതിയേക്കണത് കേട്ടോട്ടോ. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആൾ കേട്ടോ, ഞാനത് 4 പ്രാവശ്യം കണ്ടു, എന്നിട്ട് ഞാൻ വേഗം പോയി കുമ്പസാരിച്ചു. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ട്. കാരണം പാപം ചെയ്ത ആൾക്കാരെയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നരകത്തിൽ തീയിലെറിയണം, അവിടെ ഭയങ്കര വ്യാളിയും അവരൊക്കെ തിന്നാണ്. പേടിച്ചിട്ട് അയ്യോ അങ്ങനെ എന്നെ കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് യേശുക്രിസ്തു അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനത്തേക്ക് ചിത്രം വരയ്ക്കാൻ ആർക്കും കഴിയും. എന്താണ് അതിൻ്റെ സാരാംശം? ആ ചിത്രത്തിൽ ഈ ഭാഗം കാണിച്ചേക്കണേ ഇങ്ങനെയാണ്. ഈശോ അവളോട് പറയാണ്, പോയിക്കോ, മേലിൽ പാപം ചെയ്യരുത്. ഇത് കർത്താവിൻ്റെ സ്വരമാണോ? അപ്പം എന്താ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയണതിൻ്റെ അർത്ഥം? ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, അവൻ തളർന്നു കിടക്കുകയാണ്, അവന് കേൾക്കാൻ പോലും കഴിവില്ല. കേൾക്കോ? അവൻ കംപ്ലീറ്റ് ഫ്രോസനാണ്, ഞരമ്പുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. നിന്റെ കട്ടിലും എടുത്ത് നീ നടക്കുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കുകയാണ്. ആ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കുകയാണ്. അവൻ ആരെങ്കിലും വന്ന് പൊക്കിയോ? അവനിലേക്ക് ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങ് ഈശോ അതങ്ങ് അവിടെ സംഭവിക്കുകയാണ്. അതാണ് വചനം, അതാണ് ദൈവം. അപ്പൊ ഇവളോട് പറയുകയാണ്, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മേലിൽ പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള കൃപ അവൾക്ക് കൊടുത്തു. അവൾ പുതിയ സൃഷ്ടിയായി. അവൾ എന്തായി? അവൾ പുതിയ സൃഷ്ടിയായി. അപ്പൊ ഇവിടെ ആരൊക്കെ പുതിയ സൃഷ്ടിയായി? ഇപ്പോൾ ഏറ്റവും വലിയ പോയിന്റ്, ഫരിസേയൻ പുതിയ സൃഷ്ടിയായി. 2ാമത്തെ പോയിന്റ്, പാപിനി പുതിയ സൃഷ്ടിയായി. അതാണ്, രണ്ടുപേരും ദൈവത്തിൻ്റെ തന്നെയാണ്. ഫരിസേയരും ദൈവത്തിൻ്റെ തന്നെയാണ്, പാപിനിയും ദൈവത്തിൻ്റെ തന്നെയാണ്. യേശുക്രിസ്തു വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇനി 9-ാം അധ്യായത്തിൽ കാണാം. നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം അല്ലേ? വേണോ അല്ലേ? വേണ്ട എന്നാ വെരി ഗുഡ്, താങ്ക് യു. എന്നാൽ അങ്ങനെ പോകാം, കുഴപ്പമില്ലല്ലോ, പോകാല്ലേ? ഓക്കെ. ഒമ്പതാം അധ്യായത്തിൽ 5 മിനിറ്റ് വേണോ? എന്നാൽ ശരി, ആയിക്കോട്ടെ. 5 മിനിറ്റ്, വെറും 5 മിനിറ്റ്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. പോയി നടന്ന് ടോയ്ലറ്റിലേക്ക്